കോഴിക്കോട് ചിന്താവളപ്പ് മലബാർ ജ്വല്ലറിക്ക് മുൻവശം പട്ടന്മാരുടെ ലൈൻ മുറിയുടെ പിൻവശം ഉള്ള ഒരു ക്ഷേത്രം ഈ അടുത്ത കാലത്ത് 6 മാസം മുമ്പ് പൊളിച്ചതായി അറിയാൻ കഴിഞ്ഞു. അമ്പലത്തൊടി എന്നാണ് സ്ഥലത്തിൻ്റെ പഴയകാല പേര്. ശിവപാർവതി, കാളി, ഗണപതി, നാഗം എന്നീ പ്രതിഷ്ഠകളോടുകൂടിയ അമ്പലമായിരുന്നു എന്നറിയാൻ കഴിഞ്ഞു. കോഴിക്കോട് എന്ന മഹാനഗരത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി മുതൽ എത്രയോ സംഘടനകൾ ഉണ്ടായിട്ടും ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ അതോ അറിഞ്ഞതാണോ? അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഗൗരവമേറിയ വിഷയം ഹിന്ദു സമൂഹം അറിയേണ്ടതല്ലേ എന്ന് ഒരു ഭക്തൻ. ഈ ഭക്തനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഭക്തൻ അറിഞ്ഞല്ലോ, ഭക്തൻ അറിഞ്ഞു, ഈ ഭക്തൻ എന്ത് നടപടിയെടുത്തു? എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ കേൾക്കുന്ന വാർത്തയാണ്. ഈ ഭക്തൻ അറിഞ്ഞിട്ട് അതൊരു സമാജത്തിന് മുമ്പാകെ അറിയിക്കാൻ ശ്രമിച്ചോ? ചോദ്യം 1. അഥവാ ഒരു സമാജത്തിന് മുമ്പാകെ അറിയിക്കാൻ ശ്രമിച്ചിട്ട് അത് പരാജയപ്പെടുന്നു എന്ന സന്ദർഭത്തിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ സമിതികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നോ? ചോദ്യമാണ്. ഇത് വളരെ ശ്രദ്ധേയവും നമ്മളൊക്കെ ആഴത്തിൽ വിലയിരുത്തേണ്ടതുമായ ഒരു പ്രവണതയുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഭക്ഷണം കിട്ടാതെ എല്ലിൻ കൂടായ ഒരു കൊച്ചു കുഞ്ഞ് വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ കുട്ടിയെ റാഞ്ചാനും ജീവനുള്ള കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് മാംസം കൊത്തിപ്പറിക്കാനും കഴുകൻ വന്ന് നിൽക്കുന്ന ചിത്രം തൻ്റെ ക്യാമറയിൽ പകർത്തി അത് ലോകത്തിൽ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് കോടിക്കണക്കിന് രൂപ മേടിച്ച ചിത്രകാരൻ നൊമ്പരം കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു പിന്നീട് എന്നുള്ളതൊരു വസ്തുത. പക്ഷേ ആ കുട്ടിയെ ഒന്ന് രക്ഷിക്കാൻ പരിശ്രമിക്കുന്നതിന് പകരം താൻ ക്യാമറയിൽ പകർത്തുകയായിരുന്നു. ഇങ്ങനെ പൊളിക്കുന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഭക്തൻ അത് തടയാൻ ശ്രമിച്ചോ? 2, ഭക്തൻ അറിഞ്ഞപ്പോൾ സമൂഹത്തെ അറിയിച്ചോ? ഒരാൾ ശ്രദ്ധിച്ചില്ല, 2 ആൾ ശ്രദ്ധിച്ചില്ല, 3-ാമനെങ്കിലും ശ്രദ്ധിക്കില്ലേ? 10 പേരോട് പറഞ്ഞു സ്വാമി, പ്രയോജനമില്ല, 11-ാമനോട് പറയണ്ടേ? അഥവാ പൊളിക്കുന്നെന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ തടയാൻ ചെന്നുവോ? തൊട്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടയാൻ ചെന്നുവോ? അല്ല അറിഞ്ഞിട്ടും ഭയപ്പെട്ട് മാറി നിന്നോ? എന്നിട്ട് മുതലക്കുളം മൈതാനത്ത് 6 മാസത്തിന് ശേഷം നടക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ ഈ ചോദ്യം ഉന്നയിച്ചിട്ട് എന്ത് പ്രയോജനം? ഗൗരവതമമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അതുകൊണ്ട് പറയാനുള്ളത്, ധർമ്മരക്ഷ എൻ്റെ കർത്തവ്യമാണ്. ധർമ്മരക്ഷ മമ ദീക്ഷ, എൻ്റെ ദീക്ഷയാണ് ധർമ്മരക്ഷ. അത് ഏതാനും വ്യക്തികളുടേതോ സംഘടനകളുടേതോ അല്ല. ഈ കാഴ്ചപ്പാട് ഓരോ വ്യക്തിക്കും ഉണ്ടാകുമ്പോഴേ ധർമ്മം സംരക്ഷിതമാകൂ. ഇതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ഭക്തൻ ഒന്ന് വേണ്ടതുപോലെ പ്രവർത്തിച്ച് ഒരു സമാജത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച് കർത്തവ്യം എന്തോ അത് തിരിച്ചറിഞ്ഞ് അങ്ങനെ ഒരു സമാജം രൂപീകരിക്കപ്പെട്ട ശേഷം എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അറിയുന്നവരോട് പോയി ചോദിച്ച് പരിശ്രമം ചെയ്യുക. ഇല്ല, എനിക്കിതിനൊന്നിനും വയ്യ, ഞാൻ വർഗീയവാദി എന്ന് മുദ്ര കുത്തപ്പെടും എന്നാണോ മിണ്ടാണ്ട് ഒരു സ്ഥലത്ത് ഇരുന്നോളുക. ഇതാണ് ഭക്തനോട് പറയാനുള്ളത്.